ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി അല്പസമയത്തിനകം ആരംഭിക്കും. ജഹാസ് മഹലിൽ നിന്നാണ് റാലി ആരംഭിക്കുക. റാലി കടന്നു പോകുന്ന വഴിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആഘോഷമാക്കി AAP. ഇന്ന് മോദിക്കെതിരെ ആഞ്ഞടിച്ചു അരവിന്ദ് കെജ്രിവാൾ. റാലി എത്രത്തോളം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകളുണ്ട്? വിശദാംശങ്ങൾ. ഗോകുൽ, വലിയൊരു റാലിയാണ് ആം ആദ്മി സംഘടിപ്പിക്കാൻ ഒരുക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പ്രവർത്തകരാണ്, നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മെഹ്റോളിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും റാലി ആരംഭിക്കുക. മലയാളികളുടെ സാന്നിധ്യവും ഈ റാലിയുടെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ചെണ്ടമേളം അടക്കമുള്ള കാര്യങ്ങൾ മലയാളികളുടെ നേതൃത്വത്തിൽ ഈ റോഡ് ഷോയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള സ്ത്രീ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യവും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി ആം ആദ്മി മാറ്റുകയാണ്. നിരവധി പ്രവർത്തകർ കൊടിതോരണങ്ങളുമായും അരവിന്ദ് കെജ്രിവാളിന് മുദ്രാവാക്യം മുഴക്കിയും ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ റാലി തുടങ്ങുന്നത് ജഹാസ് മഹൽ എന്ന് പറയുന്ന ഈ മുഗൾ രാജവംശത്തെ പണിത ഇവിടെ നിന്നാണ് ഈ റാലി ആരംഭിക്കുന്നത്. തുടർന്ന് മെഹ്റോളി ജംഗ്ഷനിലേക്കാണ് ഈ റാലി അവസാനിക്കുക. ഏതാണ്ട് 1 കിലോമീറ്ററോളം ഈ റോഡ് ഷോ ഉണ്ടാകും. ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസിനോടൊപ്പം അർദ്ധസൈനിക വിഭാഗവും ഇവിടെ സുരക്ഷയുടെ ഭാഗമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നേരത്തെ ബോംബ് സ്ക്വാഡ് അടക്കമെത്തി അവസാനഘട്ട പരിശോധനകൾ നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ റോഡ് ഷോയുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. ഈ സൗത്ത് ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മെഹ്റോളിയിലാണ് ഈ റാലി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സഹിറ പഹൽവാനാണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ ആം ആദ്മിയുടെ 4 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് വിജയം നേടാൻ കഴിയുമെന്നുള്ള നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം അത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചരണമാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് ഡോർ ടു ഡോർ ക്യാമ്പയിൻ അടക്കം ഇനിയുള്ള വരും ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് അത് വോട്ടാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇവിടെ കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. എണ്ണമറ്റ ഒരു പ്രവർത്തക സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം ഈ റാലി റോഡ് ഷോ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മന്നും രണ്ടുപേരും ചേർന്നായിരിക്കും ഈ റോഡ് ഷോ ഇവിടെ നടത്തുക. ഗോകുൽ, ശരി. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിന്റെ ഒരു ആവേശം, ആ മൊമെന്റം അതുപോലെ നിലനിർത്താനാണ് AAPയുടെ ശ്രമം. ഇന്ന് മോദിക്കെതിരെ ആഞ്ഞടിച്ചു വാർത്താസമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ അല്പസമയത്തിനകം ഡൽഹിയിൽ വലിയ റാലിക്കാണ് ആം ആദ്മി പ്രവർത്തകർ ഒരുങ്ങുന്നത്.